നമസ്കാരം. ഹൈക്കമാൻഡിന്റെ ഫുള്ള് സപ്പോർട്ട് കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പോകുകയാണ് കെ.സി. വേണുഗോപാൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ എത്തിയത് കോൺഗ്രസിലെ ചില നേതാക്കന്മാരുടെ ചങ്കിടിപ്പ് ഇതിനോടകം തന്നെ വർദ്ധിക്കാനുള്ള കാരണമായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണ പിന്തുണയോടെ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന കെ.സി. വേണുഗോപാൽ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിന്റെ തിരിച്ചുവരവും കേരള മുഖ്യമന്ത്രി സ്ഥാനവും തന്നെയാണ്. അധികാര കസേരയുടെ വടംവലി കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഇതൊക്കെ. നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഒരു സുപ്രധാന അധികാരമാറ്റത്തിന്റെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി എന്ന നിലയിലുള്ള പദവിയും ഹൈക്കമാൻഡുമായിട്ടുള്ള, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള അടുത്ത ബന്ധവുമാണ് കെ.സി. വേണുഗോപാലിനെ സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ നേതാവാക്കി തീർക്കുന്നത്. KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, യൂത്ത് കോൺഗ്രസ്, KSU ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വം എന്നിവയിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തർക്ക് കാര്യമായ പ്രാതിനിധ്യം ലഭിച്ചത് പരമ്പരാഗത ഗ്രൂപ്പ് സമവാക്യങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ടാണ്. മുൻപ് കേരള കോൺഗ്രസിൽ ശക്തമായി നിലനിന്നിരുന്ന AI ഗ്രൂപ്പുകളുടെ സ്വാധീനം കുറഞ്ഞതും പുനഃസംഘടനകളിൽ ഗ്രൂപ്പ് പരിഗണനകൾ ഒഴിവാക്കിയതും ഈ പുതിയ അധികാര കേന്ദ്രീകരണത്തിന്റെ സൂചനയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ നീക്കങ്ങൾ മുതിർന്ന നേതാക്കൾക്കിടയിൽ കടുത്ത അസംതൃപ്തിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പല മേഖലകളിലും കെ.സി. വേണുഗോപാൽ പാർട്ടി പിടിച്ചെടുക്കുന്നു എന്ന വിമർശനം ഉയർന്നു വരികയും ഇത് സഹിക്കാനാവാതെ മുതിർന്ന നേതാക്കൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ CPM പോലുള്ള എതിരാളികൾ പച്ചക്കൊടി കാണിക്കുകയാണെങ്കിൽ കോൺഗ്രസ് 2 or 3 ആയി പിളരാനുള്ള സാധ്യതകൾ പോലും മുതിർന്ന നേതാക്കൾ നൽകുന്ന സൂചനകളിലുണ്ടെന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസിലെ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു എന്നതിന്റെ തെളിവാണ് നമുക്ക് മുമ്പിൽ കാണിക്കുന്നത്. സംഘടനാപരമായ മാറ്റങ്ങളിലൂടെ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവിയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഒരു വശത്ത് ഗ്രൂപ്പ് വഴക്കുകൾ കുറച്ച് കൂടുതൽ കാര്യക്ഷമതയുള്ള ഒരു പുതിയ നേതൃത്വത്തെ വാർത്തെടുക്കാൻ ഈ കേന്ദ്രീകരണം സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. മറുവശത്താകട്ടെ മുതിർന്ന നേതാക്കളുടെ എതിർപ്പ് രൂക്ഷമാകുകയും അത് കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞു പോകലിലേക്കോ അല്ലെങ്കിൽ പരസ്യമായ പിളർപ്പിലേക്കോ നയിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ നിലനിൽപ്പിന് തന്നെ അത് വലിയ തിരിച്ചടി സൃഷ്ടിക്കും. അതിനാൽ കെ.സി. വേണുഗോപാലിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം കേരളത്തിലെ കോൺഗ്രസിന് ഊർജം പകരുമോ അതോ കൂടുതൽ തകർച്ചയിലേക്ക് ഇത് നയിക്കുമോ എന്നതിൽ വരും ദിവസങ്ങളിലെ അല്ലെങ്കിൽ വരും നാളുകളിലെ രാഷ്ട്രീയ നീക്കങ്ങളെ ആശ്രയിച്ച് മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് എന്ന നിഗമനത്തിന് വ്യക്തമായ സാധ്യതകളുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ നിലവിലെ ഇടപെടലുകളും സ്ഥാനവും ഈ ലക്ഷ്യത്തെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം മാസങ്ങൾ മാത്രം അകലെ നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് കെ.സി. വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഒരു ദേശീയ നേതാവായിരിക്കുമ്പോൾ തന്നെ കേരളത്തിൽ പാർട്ടിക്ക് തുടർഭരണം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഇനി സംഘടനാപരമായ നിയന്ത്രണത്തിലേക്ക് വരാം. അതായത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ഈ പദവി ഉപയോഗിച്ച് കേരളത്തിലെ പാർട്ടി ഘടനയിൽ, അതായത് KPCC, DCC, മറ്റ് പോഷക സംഘടനകളൊക്കെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരെ കൊണ്ടുവന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങളിൽ മേൽക്കൈ നേടാനും അതുപോലെ തന്നെ പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിക്കാനും വേണ്ടി തന്നെയാണ്. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹം ഇനി ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സാധ്യതകളാണ്. അതായത് 2026 UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രധാന നേതാക്കളിൽ ഒരാളായി അദ്ദേഹത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കുക എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ്. ഇനി ഭരണവിരുദ്ധ വികാരം ഉപയോഗപ്പെടുത്തുക എന്നതാണ്. അതായത് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് പിണറായി സർക്കാരാണ്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിവിധ വിഷയങ്ങളിൽ, അതായത് സ്വർണ്ണക്കടത്ത് വിവാദം, ശബരിമല, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുൻനിർത്തി കെ.സി. വേണുഗോപാൽ ശക്തമായ വിമർശനം ഉയർത്തുന്നത് നിലവിലുള്ള ഭരണവിരുദ്ധ വികാരം UDFന് അനുകൂലമായി മാറ്റിയെടുക്കുക എന്ന
ഒറ്റ ലക്ഷ്യത്തോടെയാണ്. പക്ഷെ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗ്രൂപ്പ് താല്പര്യങ്ങൾ മറികടക്കുക എന്ന വലിയ കടമ്പയാണ്. അതായത് പരമ്പരാഗത ഗ്രൂപ്പുകളുടെ, അതായത് AI സ്വാധീനം കുറച്ച് മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ നേതൃത്വത്തെയും സ്ഥാനാർത്ഥികളെയും അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ചുരുക്കത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയം ഉറപ്പാക്കി കേരളത്തിൽ കോൺഗ്രസിന്റെ അധികാരം പുനഃസ്ഥാപിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയാണ് KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമായി തിരികെ വരുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിലെ നിലവിലെ പ്രമുഖ നേതാക്കളെ വിവിധ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാന നേതാക്കളെയും അവർക്കുണ്ടായേക്കാവുന്ന സ്വാധീനങ്ങളെയും നമുക്ക് നോക്കാവുന്നതാണ്. ആദ്യത്തേതായിട്ട് പണി കിട്ടാൻ പോകുന്നത് VD സതീശനാണ്. അതായത് നിലവിൽ പ്രതിപക്ഷ നേതൃപദവി വഹിക്കുന്ന സതീശനെയാണ് UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വാഭാവികമായി പരിഗണിക്കേണ്ട പ്രധാന നേതാവ്. KC വേണുഗോപാൽ ഈ രംഗത്തേക്ക് വരുന്നത് സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനുള്ള സാധ്യതകൾ നേരിട്ട് വെല്ലുവിളിയാകുന്നതാണ്. പക്ഷേ KCയുടെ പിന്തുണയോടെയാണ് സതീശൻ പ്രതിപക്ഷ നേതാവായത്. എന്നാൽ KCയുടെ ലക്ഷ്യം മുഖ്യമന്ത്രി കസാരയാണെങ്കിൽ സതീശന് സ്വന്തമായൊരു നിലപാട് എടുക്കേണ്ടി വരികയും നിലവിലെ ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അടുത്ത നേതാവ്, പ്രധാനപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തല തന്നെയാണ്. മുൻപ് ശക്തമായ ഗ്രൂപ്പ്, അതായത് I ഗ്രൂപ്പ് നിയന്ത്രിച്ചിരുന്ന ചെന്നിത്തലയും എക്കാലത്തും മുഖ്യമന്ത്രി പദം ലക്ഷ്യമിടുന്ന ഒരു നേതാവ് തന്നെയാണ്. എന്നാൽ നിലവിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് സ്വാധീനം കുറയുകയും KC വേണുഗോപാൽ പാർട്ടിയുടെ സംഘടനാപരമായ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി മോഹങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടി അയക്കാനുള്ള സാധ്യതയുണ്ട്. KCയുടെ വരവ് പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം വീണ്ടും കുറയ്ക്കുകയും ദേശീയ തലത്തിൽ പോലും അദ്ദേഹത്തിന് കാര്യമായ സ്വാധീനമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാമെന്നൊരു വാദവും ഇവിടെ ഉയരുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ശശി തരൂരാണ്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം MP ആണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തിലും യുവതലമുറയിലും ശക്തമായ പിന്തുണയുള്ള നേതാവാണല്ലോ തരൂർ. അതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ പേര് ചർച്ചകളിൽ പലപ്പോഴും ഉയർന്നു വന്നിട്ടുമുണ്ട്. KC വേണുഗോപാൽ ശക്തമായ ഒരു ബദൽ ശക്തിയായി ഉയർന്നു വരുന്നതോടെ ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ തരൂരിന്റെ സാധ്യതകൾ നന്നേ കുറഞ്ഞു പോകാനുള്ള സാധ്യത അവിടെ ഏറെയാണ്. ഗ്രൂപ്പുകൾക്ക് അതീതമായി ജനപിന്തുണ നേടുന്ന തരൂരിന്റെ ശൈലിക്ക് ശക്തമായ സംഘടനാ പിന്തുണയുള്ള KC വേണുഗോപാൽ ഒരു തടസ്സമായി മാറാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് K സുധാകരനാണ്. നിലവിൽ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സംഘടനാപരമായ നേതൃത്വം വഹിക്കുന്നത് സുധാകരനാണല്ലോ. KC വേണുഗോപാൽ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി കസേരയാണെങ്കിൽ പാർട്ടി തലപ്പത്ത് സുധാകരന്റെ പങ്ക് അദ്ദേഹത്തിന് കൈമാറാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സുധാകരന്റെ പ്രാധാന്യം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളിലും കുറഞ്ഞു വരാനുള്ള സാധ്യതയുമുണ്ട്. ഇതിലൊരു മാറ്റം എന്ന് പറയുന്നത് KCയുടെ വരവ് പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരന്റെ സ്വാതന്ത്ര്യത്തെയും പ്രവർത്തന ശൈലിയെയും ബാധിച്ചേക്കാനുള്ള സാധ്യതയും ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. പൊതുവായ ഫലങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ കാര്യം ഗ്രൂപ്പ് ശക്തി കുറയുമെന്ന് തന്നെയാണ്. അതായത് ഗ്രൂപ്പ് സമവാക്യങ്ങളെ മറികടന്ന് ഹൈക്കമാൻഡിന്റെ പിന്തുണയോടെ KC വേണുഗോപാൽ മുന്നോട്ട് വരുമ്പോൾ നിലവിൽ സ്വാധീനമുള്ള നേതാക്കളുടെ ഗ്രൂപ്പുകളുടെ ശക്തി കുറയുകയും എല്ലാ നേതാക്കളും ഒരു KC ഗ്രൂപ്പിന് കീഴിൽ അണിനിരക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് ഒരു ദേശീയ നേതാവ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിലവിലെ രാഷ്ട്രീയ നേതാക്കളിൽ അസന്തുഷ്ടിയും അതുപോലെ അതൃപ്തിയും വർദ്ധിക്കാനുള്ള സാധ്യതയേറെയാണ്. അതേസമയം കേന്ദ്ര നേതൃത്വത്തിന്റെ ശക്തമായ പിന്തുണയുള്ള ഒരു നേതാവ് മുന്നിൽ വരുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്ക് ഒരു ഏകീകൃത മുഖം നൽകാനും അതുപോലെ ഗ്രൂപ്പ് വഴക്കുകൾ താൽക്കാലികമായി ഒതുക്കാനും ഇവരെ സഹായിക്കും. അതായത് ചുരുക്കത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ പോലും അത് കേരളത്തിലെ കോൺഗ്രസിന്റെ നിലവിലെ അധികാര ശ്രേണിയെയും നേതാക്കളുടെ രാഷ്ട്രീയ ഭാവിയെയും പൂർണ്ണമായും മാറ്റിമറിക്കാനുള്ള സാധ്യത നമ്മൾ കാണുക തന്നെ വേണം. KC വേണുഗോപാൽ നമുക്ക് അറിയാവുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണ പിന്തുണയുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമാവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി കസാരയാണെങ്കിൽ കോൺഗ്രസിൽ മറ്റ് പല പ്രതിസന്ധികളും ഇനി ഉടലെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ.